ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർ ലൂപ്പ് എന്താണെന്ന് പറഞ്ഞു. ഫോർ ലൂപ്പിന് 3 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇനിഷ്യലൈസേഷൻ പാർട്ട്. ഇന്റ് i ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ചെയ്തു ഒരു വാല്യൂ. ഇത് രണ്ടാമത്തെ പാർട്ട് എന്താണ്? കണ്ടീഷൻ ചെക്കിങ്. കണ്ടീഷൻ ചെക്കിങ് എന്തായാലും ചെയ്തേ? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ ചെക്ക് ചെയ്തു. അതായത് എൻ്റെ കറണ്ട് ഐയുടെ വാല്യൂ എത്രയാണ്? 0. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? ആണ്. ആണെങ്കിൽ അത് എങ്ങോട്ട് എൻ്റർ ചെയ്യും? ലൂപ്പിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഈ പാർട്ടിൽ കയറും. അവിടെ എന്തുവാ പറഞ്ഞേക്കുന്നത്? ഐയുടെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം എങ്ങോട്ട് പോകും? ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന ഈ പാർട്ടിലോട്ട് പോകും. അവിടെ എന്താ പറയുന്നത്? ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി 0 ആയിരുന്നു, ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇവിടെ നിന്ന് അടുത്ത് എങ്ങോട്ട് പോകും? ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ എന്താ പറയുന്നത്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്ന് ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ വരും. എന്നിട്ട് ഈ സൈക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഏത് വരെ? ഈ കണ്ടീഷൻ ബ്രേക്ക് ആവുന്നത് വരെ. ഈ കണ്ടീഷൻ എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്? ഐയുടെ വാല്യൂ 100 കഴിഞ്ഞു പോയി, 101 ആയി. 101 ആകുമ്പോഴത്തേക്ക് 101 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? അല്ല. കണ്ടീഷൻ തെറ്റി. കണ്ടീഷൻ തെറ്റുമ്പോൾ എന്ത് ചെയ്യും? പുറത്ത് വരും. ഈ ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇതായിരുന്നു ഒരു ഫോർ ലൂപ്പ്. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള ഒരു ലൂപ്പാണ് എന്ത്? വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് ബേസിക്കലി എഴുതുന്നതെന്ന് പറയുന്ന വൈൽ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുള്ള കോഡ് വർക്കാവും. ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ അകത്തുള്ള കോഡ് വർക്കാവും. ആ കണ്ടീഷൻ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് വൈൽ ലൂപ്പും ബ്രേക്ക് ആവും. ഞാൻ അതിന് എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ ഐയുടെ വാല്യൂ ഞാൻ എന്തെന്ന് സെറ്റ് ചെയ്തു? 0 എന്നും പറഞ്ഞ് സെറ്റ് ചെയ്തു. ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ എന്താണ്? നേരത്തെ പോലെ തന്നെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഞാൻ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഐയുടെ വാല്യൂ എത്രയാണോ അത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഐയുടെ വാല്യൂ കറൻ്റ് എത്രയാണ്? 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 0 ഒരു തവണ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? ആണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. അതായത് ഐയുടെ വാല്യൂ നമ്മൾ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലൂപ്പ് എങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും? ഇൻഫൈനൈറ്റ് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വൈൽ ലൂപ്പ് എത്ര തവണ റൺ ആവും? ഇൻഫൈനൈറ്റ് ആയിട്ട് റൺ ആവാൻ സാധ്യത ഉണ്ട്. അൺലെസ് നമ്മൾ അതിനെ എന്ത് ചെയ്താൽ? സ്റ്റോപ്പ് ചെയ്താൽ, അതായത് ഇതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ തെറ്റിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് ഇൻഫൈനൈറ്റ് ആവാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്കാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണ്. അതായത് ഐയുടെ വാല്യൂ എങ്ങനെയെങ്കിലും 101 ആക്കിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടീഷൻ തെറ്റിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ലൈൻ കഴിയുമ്പോഴും ഞാൻ എന്ത് കൊടുക്കും? ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വൈൽ ലൂപ്പിൻ്റെ അകത്ത് എഴുതുമ്പോഴത്തേക്ക്. വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ തെറ്റാൻ വേണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചേക്കണം. ഓക്കെ, എവിടെയെങ്കിലും എന്തെങ്കിലും അല്ല, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ കണ്ടീഷൻ ബ്രേക്ക് ആവുന്ന രീതിയിൽ കോഡ് എഴുതിയേക്കണം. അപ്പോൾ ഇതിൻ്റെയും ഔട്ട്പുട്ട് എന്താണ്? സിമിലർ ടു ഇതാണ്. 0 ടു 100 വരെയുള്ള വാല്യൂസ് പ്രിൻ്റ് ആവും. എന്നിട്ട് ഐയുടെ വാല്യൂ പ്ലസ് പ്ലസ് ആയി 101 ആകുമ്പോൾ എന്ത് പറ്റും? 101 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? അല്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വൈൽ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങും. അപ്പോൾ ഇത് വർക്കാവുന്ന ഫ്ലോ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? വൈലിൻ്റെ അകത്ത് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? ആണ്. ഇതിൻ്റെ അകത്ത് കയറും. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എന്താ പറഞ്ഞത്? ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ. ഓക്കെ, അതും കുഴപ്പമില്ല. അതും പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത ലൈനിൽ എന്താ പറഞ്ഞത്? ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്യാൻ. അതും ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ കറൻ്റ് എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. എന്നിട്ട് ഇത് സ്റ്റിൽ ലൂപ്പിൻ്റെ പുറത്തിറങ്ങുമോ? ഇല്ല. ഇത് വീണ്ടും കണ്ടീഷനിലോട്ട് വന്ന് ചെക്ക് ചെയ്യും. ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എത്രയാണ്? 1. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? ആണ്. പ്രിൻ്റ് എഫ് ചെയ്യും. ഐയുടെ വാല്യൂ 1 കൂട്ടും. 2 ആവും, 3 ആവും, 4 ആവും, അങ്ങനെ 100 ആവും. 100 ആകുമ്പോഴും വർക്കാവും. 101 ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റും. ഇവിടെ നിന്ന് പുറത്തിറങ്ങും. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ്. അത്രേ ഉള്ളൂ.